നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി അങ്ങോട്ട് പോയി. പക്ഷെ ചില മരങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പം പൂത്ത് ഇപ്പോഴും. എല്ലാ മരങ്ങളും ഇതിനൊക്കെ നല്ല ഇതിൻ്റെ ബഡ്സ് വരുന്നുണ്ടാ ഉണ്ടാ ഇത് ഇലകൾ ഇങ്ങോട്ട് മുളച്ച് വരുന്നുള്ളതുണ്ടാ. ഈ മരങ്ങൾക്കെല്ലാം തന്നെ പൂക്കൾ വരും. പക്ഷെ 2 ദിവസം നല്ല ചൂടായതുകൊണ്ടാണ് ആ മരങ്ങളൊക്കെ പെട്ടെന്ന് പൂത്തത്. അതുപോലെ തന്നെ ചെറി ബ്ലോസത്തിൻ്റെ ടൈമാണ്. ചെറി ബ്ലോസം ഇപ്പോൾ ഈ 2 വീക്സ് കൊണ്ട് നന്നായിട്ട് പോകും. ഇതൊരു ഗാർഡനാണ്. ഇവിടെ പ്ലാന്റിങ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു പാർക്കാണ്. സമ്മർ ടൈമിൽ നമുക്ക് കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്ന് അവർക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നടക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഫീൽഡാണ്. കാണാൻ ഇഷ്ടം പോലെ ചെടികളും റോസാ ഗാർഡനും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ടൈപ്പിലുള്ള ചെടികൾ മൊത്തം പൂത്ത് നിൽക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ കണ്ടാൽ ഞാൻ നമ്മുടെ നാട്ടിലെ അരിമുല്ല പൂത്ത് നിൽക്കുന്ന പോലെ അല്ലേ, ഇതേ സെയിമാണ് ആ സൈഡിലേക്കും ഉണ്ടോ. മരങ്ങളെല്ലാം പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഓക്കെ, എന്ത് ഭംഗിയുണ്ട്. ഈ സൈഡിലത്തെ എടുത്തിട്ട് നമുക്ക് ഈ മരങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ പൂക്കും കേട്ടോ. ഇതൊക്കെ മഞ്ഞ ഫ്ലവറിൻ്റെ ചെടിയാണ്. ഇത്ര ഏക്കറിൽ എന്തുമാത്രം പ്ലാന്റാണ് നിൽക്കണം അറിയാവാ. നേച്ചറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് കണ്ട നമ്മുടെ നാട്ടിലെ കോളാമ്പി പോലെയല്ലേ, നല്ല മണം എന്താ. ഇതിൻ്റെയൊക്കെ എടുത്ത് നിന്നിട്ടൊരു വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ല നമുക്ക് എന്താ. ഇതേമാതിരിയാണ് ഇവിടുത്തെ എല്ലാ ചെടികളും. ഈ ചെടികളെല്ലാം വൈറ്റ്. അത് നമുക്ക് ആ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ചുമങ്ങനെ ഈ സെക്ഷനിൽ നല്ല വൈറ്റ് ഫ്ലവർ വയ്ക്കുന്നുണ്ടല്ലേ, ആ സെക്ഷനിൽ നല്ല ചുമന്ന ചെടികൾ. അപ്പം നമുക്ക് ഇവിടുത്തെ ചെടികൾ പൂക്കുന്ന സമയത്തെ വിശേഷങ്ങൾ നമുക്കറിയാം. കാരണം ഓരോ സ്റ്റെപ്പായിട്ടും നമുക്ക് ഇവിടുത്തെ മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ ഒരു വിഷ്വലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. അതേപോലെ തന്നെ മറ്റൊരു ചെടി ഞാൻ നിങ്ങളെ കാണിക്കണം വെച്ചാൽ, ഈ മരം കംപ്ലീറ്റ് പൂത്തില്ല കേട്ടോ. ഇത് ഈ ടെമ്പറേച്ചർ ചൂടനുസരിച്ചാണിത് പൂത്ത് പറഞ്ഞേക്കണ്ട. നോക്ക് കത്തക്കണ്ട, എത്ര ഭംഗിയുണ്ടെന്ന് നോക്കി. നോക്കിയല്ലോ, ഓക്കെ നല്ല ഭംഗിയാണ്. ഈ മരങ്ങൾ പൂത്ത് നിൽക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ഫോട്ടോഷൂട്ട് എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വന്ന് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റർ നല്ല അടിപൊളിയായിരിക്കും. നല്ല മണം കേട്ടോ. ഈ മരത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല മണമാണ്. ഈ ടൈപ്പ് പ്ലാന്റ് മാത്രമേ ഇപ്പം പൂത്തിട്ടുള്ളൂ. ഇത് വൈറ്റ് കളറിലെ, ഇതിൻ്റെ തന്നെ പിങ്കാണ് ഞാൻ അവിടെ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയാൽ ഒരു പാത അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട്. പിള്ളേർക്കൊക്കെ ഓഫൊക്കെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷന് ചെറിയൊരു തണുപ്പുണ്ട്, എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തണുപ്പേ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ടെമ്പറേച്ചറിൻ്റെ ഇതൊക്കെ മാറിക്കഴിയുമ്പം നല്ലൊരു വിഷ്വൽ നമുക്ക് കിട്ടും. മിക്കവാറും ഈ വൈറ്റ് ഫ്ലവർ പൂക്കുന്ന എല്ലാ മരം തന്നെ നല്ല ഭംഗിയായിട്ട് പൂത്തിട്ടുണ്ട്. പിന്നെ പിങ്കിഷ് കളറിലുള്ളത് ചെടി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സൈഡിലത്തേക്ക് ഞാൻ ഫ്ലിപ്പ് ചെയ്യാം. കണ്ട, ഞാനിപ്പോൾ ആ മരത്തെ ബേസ് ചെയ്താൽ പോണേ. എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയാൽ നിൽക്കുന്നത് കാണാനായിട്ട്. മൊത്തം വൈറ്റ് അല്ലേ. ഈ സൈഡിൽ പിങ്ക്, ഈ സൈഡിൽ വൈറ്റ്, ഈ സൈഡിൽ വൈറ്റ്. നമുക്ക് ആ വൈറ്റിന് ഫീൽ ചെയ്ത് പോവാം. നമ്മളിതുവഴിയാണ് വന്നതെന്നല്ല ഓർമ്മയുണ്ടോ? തിരിച്ചു വരുമ്പോൾ ഇത് നീണ്ടു നിവർന്ന് ഇങ്ങനെ യാർഡ് കിടക്കുന്നുണ്ട്. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ ഈ പൂക്കൾ കണ്ട് പൂക്കളിനെ ഫോളോ ചെയ്ത് വന്നതിന് തിരിച്ചെങ്ങനെ കാരണത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പതിയെ ഇറങ്ങി തിരിച്ച് നടക്കണം. നല്ല ഭംഗിയല്ലേ. ഈ വൈറ്റ് ഫ്ലവറും ഈ പിങ്കിഷുമാണ് ആദ്യം പൂക്കണേ.
ഓരോ ചെടിക്കും ഓരോ കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. ഉണ്ടാ പിങ്ക് ഇസ് ലുക്സ് ഗുഡ്. ഇതിലത്രയും ഫ്ലവേഴ്സ് ഇല്ല, പക്ഷേ നോക്കിയേ മുട്ടുണ്ടോ, ഇതൊക്കെ വിരിയാണല്ലോ. ഇതൊക്കെ നല്ല മണം കേട്ടോ, നല്ല മണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വൈറ്റാണ്. നോക്കിയേ ക്രിസ്മസ് ട്രീ നിൽക്കണ പോലെ തന്നെയല്ലേ നിൽക്കണേ. നോക്കിയേ നോക്കിയേ, ഇത് കണ്ട നല്ല ഭംഗിയുള്ള വൈറ്റ് അല്ലേ. അതിനിടയ്ക്ക് ഞാൻ ഈ പിങ്ക് സ്വെറ്റർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കാണാൻ ഭംഗിയില്ലേ എന്നെ ഇതിനകത്ത് കാണാനായിട്ട്. നല്ല മണമാണ്, നല്ല മണമാണ്. ഈ ഒരു ഫുള്ള് മരം മൊത്തം ക്രിസ്മസ് ട്രീ മാതിരിയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ള ആ മരം കാണാൻ അതിലും ഭംഗിയാട്ടാ. അമേരിക്കയിലെ എല്ലാ മരങ്ങളും ആദ്യം പൂക്കും, പിന്നെ ഇല, പിന്നെ കായ, അങ്ങനെയാണ്. നമുക്ക് ആ സെക്ഷൻ ഒരു പിങ്ക് ഉണ്ടാ, സൂപ്പറല്ലേ. പിങ്കിഷ് മാത്രമല്ല, അവിടെ മറ്റൊരു ലൈറ്റ് പിങ്കും ഉണ്ട്. മരങ്ങളുടെ ഘോഷയാത്ര ഉണ്ട്. എത്ര ഫാറിൽ നോക്കി കഴിഞ്ഞാൽ അതെ ക്ലോസപ്പ് കാണിക്കണ്ട, അതൊരു പിങ്കിഷ് കളറിലെ സാധനമാണ്. ഇത് 3 മരങ്ങൾ ഒരേ മാതിരി കണ്ട.